കുറച്ചു നാളുകൾക്ക് മുമ്പ് വന്ന ഒരു വാർത്തയാണ്. മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് KSRTC ബസ്സിൽ വെച്ചിട്ട് ഒരുത്തൻ ആണവയവം പ്രദർശിപ്പിച്ചു കാണിച്ചു. ആ കുട്ടി അപ്പൊ തന്നെ അത് വീഡിയോയിൽ പകർത്തുകയും അപ്പൊ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ഇവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി, കണ്ടക്ടർ പുറകെ ഓടി ഇവനെ പിടിച്ചു. പിറ്റേ ദിവസം ഇൻസ്റ്റാഗ്രാമില് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞ ഒരു വീഡിയോ വിത്ത് ഇവൻ ഇറങ്ങി ഓടുന്ന ഈ വീഡിയോ ഇത് വെച്ചിട്ട് ഈ കുട്ടി പോസ്റ്റ് ചെയ്തു തന്നു. അതിനുശേഷം നമ്മൾ കൊണ്ട വലിയ കോലാഹലങ്ങളുണ്ട്. അതായത് പബ്ലിക്കായിട്ട് KSRTC ബസ്സിൽ വെച്ച് ആണവയവം പുറത്തെടുത്ത് കാണിച്ച ഒരാണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആണുങ്ങൾ. എന്നാൽ ഇവരെല്ലാം ഇപ്പോൾ തലയിൽ മുണ്ടിട്ടിറങ്ങി ഓടേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ വന്നെത്തിച്ചിരിക്കുന്നത്. അന്ന് KSRTC ഇറങ്ങി ഓടിയ സവാദ് ഉണ്ടല്ലോ, അവനതേ ഇന്നലെയും പിടിച്ചിട്ടുണ്ട്. സെയിം പരിപാടിക്ക് തന്നെ. അപ്പോ ആ കഥയിലേക്ക് പോവാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സംഭാവനകളുടെ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. നമ്മുടെ ചാനലിന് വരുന്ന വരുമാനം ഈ വീഡിയോ റിപ്പോർട്ട് അടിച്ച് നിലച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് കുറച്ചു കാലത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ ആവശ്യപ്പെടുന്നത്. സോ ആ കാര്യം കാര്യമായി തന്നെ പരിഗണിക്കുക. നമ്മുടെ ചാനൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനുവേണ്ടിയും ഈ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അന്ന് മസ്താനി ഈ വീഡിയോ ഇട്ടപ്പോഴാണ് പുറം ലോകം ഇത് അറിയുന്നത്. അവിടെ നിന്ന് മസ്താനി അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെ പറ്റിയാണ് ആദ്യം എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ നാട്ടില് കുറെ നാളുകളായിട്ടില്ല സത്യത്തില് അബ്യൂസിന് ഇരയാകുന്ന ആളുകൾ തുറന്നു വന്ന് ഞാൻ ഇരയാക്കപ്പെട്ടു, ഇനിയാണ് എന്നെ അബ്യൂസ് ചെയ്തു എന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. അതിജീവിത എന്നൊക്കെ ഓമന പേരിട്ട് ഇരകളെ ആക്രമിക്കരുത്, അല്ലെങ്കിൽ അവരെ ഒരു രീതിയിലും ബ്ലെയിം ചെയ്യരുത് എന്നൊക്കെ നിയമപരമായി പറഞ്ഞാൽ പോലും അതൊന്നും പാലിക്കാത്ത ഒരു കൂട്ടം പെർവേർട്സ് ഇവിടെയുണ്ട്. അവരെപ്പോഴും ഇരകളെ സംശയത്തോടെ കാണും. ഇര ആ സമയത്ത് അവിടെ പോയത് കൊണ്ടാണ്, ഇര ഇന്ന ഡ്രസ്സ് ഇട്ടത് കൊണ്ടാണ്, ഇര ഇങ്ങനെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ്, അങ്ങനെ ഈ കുറ്റം സംഭവിച്ചതിന്റെ കാരണം മുഴുവനായും ഇരയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ പഴുതുകളും ഇവർ തിരക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മസ്താനിയുടെ സംഭവത്തിലുണ്ടായി. ആദ്യമായി അവരൊരു പറഞ്ഞ സംഗതി എന്താന്ന് വെച്ചാൽ, മസ്താനി പുറത്തുവിട്ട വീഡിയോയില് ഇവൻ ഈ ആണവയവം എടുത്ത് പുറത്ത് പ്രദർശിപ്പിക്കുന്നതില്ല പോലും. അപ്പൊ അതില്ലാതെ എങ്ങനെയാണ്, അവന്റെ സിബ് തുറന്നു കിടപ്പുണ്ട്, പക്ഷെ അങ്ങനെ അത് കാണാതെ എങ്ങനെയാണ് നമ്മൾ ഇവള് പറയുന്നത് ഉള്ളതാണെന്ന് വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചത്. ആ പറഞ്ഞവർക്ക് ഇവന്റെ കൂടെ KSRTCയിൽ കയറുവാണെങ്കിൽ ഇനിയും കാണാൻ സാധിക്കും. കാരണം ഇന്നലെ പിടിയിലായതും KSRTC തന്നെയാണ്. അപ്പൊ അവൻ ഈ വണ്ടി കയറുമ്പോഴുള്ള സ്ഥിരം പരിപാടിയായത്. കൂടെ ചെന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മസ്താനിയോട് ഇനി അത് ചോദിക്കണമെന്നില്ല. രണ്ടാമതായിട്ട് പറഞ്ഞത് മസ്താനി റീച്ചിന് വേണ്ടിയാണ് ഇങ്ങനെ ഇത് വിവാദമാക്കിയത് എന്നാണ് പറഞ്ഞത്. പൊതുമധ്യത്തിൽ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് റീച്ചിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ മഹാന്മാരെ ഇവൻ ഇപ്പോ ഇന്നലെ ഈ പണിതത് ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? റീച്ചിന് വേണ്ടിയാണോ? അന്നത്തെ റീച്ച് ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻകാരെ പറ്റി ഇപ്പൊ ഒന്നും കേൾക്കാനൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് വാർത്തയിൽ വരാൻ വേണ്ടിയിട്ടാണോ അവൻ ഈ പരിപാടി ചെയ്തത്? നിങ്ങളുടെ റീച്ചിന് വേണ്ടി അങ്ങനെയാണോ പറയുന്നത്? നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് അവരും പുറത്തു പറയും, കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും റീച്ചിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ പറയുമോ? ആ പെൺകുട്ടിയുടെ കരിയറുമായി ബന്ധപ്പെട്ടും അവൾ ചെയ്ത മോഡലിംഗിന്റെ ഡ്രസ്സും ആ ഒരു ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് എത്ര വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഈ സവാദും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വെർബൽ അബ്യൂസ് ആയിരുന്നില്ലേ നിങ്ങൾ ഒരു ഇരയ്ക്കെതിരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ശരിക്കും പറഞ്ഞാൽ അതൊരു ലൈംഗിക അതിക്രമ കേസ് തന്നെയായിരുന്നു. അതിജീവിത എന്ന ആ ഒരു വിഭാഗത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മസ്താനിയും വരുന്നത്. എന്നിട്ടും അവരെത്രമാത്രം ക്രൂശിക്കപ്പെട്ടു. നിയമപരമായ ആർക്കെങ്കിലും എതിരെ നടപടികൾ ഉണ്ടായോ? എന്തെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടായി? ഇന്ന് ഈ നിമിഷം അവൻ വീണ്ടും അതേ വളർതായിക ചെയ്ത് അകത്താകുന്നത് വരെ മസ്താനി മോശമായിരുന്നല്ലോ. മസ്താനി ഒരു ചീത്ത സ്ത്രീയാണ് എന്ന രീതിയിലൊക്കെ അവര് ചെയ്ത ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തു വെച്ച് വരെ പ്രൊജക്ട് ചെയ്ത വീഡിയോ ചെയ്ത എത്ര ആണുങ്ങൾ ഇവിടെ ഉണ്ട്. സവാദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എവിടെ? നീയൊക്കെ ഇപ്പൊ നിനക്കൊക്കെ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സുദേവ് സോമൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരനുണ്ട്. കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നത് തെറ്റിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്കേ കണ്ടുടയവനെ. അവൻ ഇങ്ങനെ എല്ലാവരും ഇൻബോക്സിലേക്ക് മെസ്സേജ് അയക്കും. എനിക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ഇടാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇടാവോ? ഇത് സ്ഥിരമാണ്. എന്റെ പഴയൊരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, അത് അടിച്ചു പോയിട്ട് പുതിയൊരു ഈ രണ്ടിലും ഇവൻ ഇതേപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വെറും ഒരു മൊണ്ണ. കോൺഗ്രസ്സുകാരനാണെന്ന് സ്വന്തം പറയും. ഇവനും പോയിരുന്നു അന്ന് മാലയിട്ട് സ്വീകരിക്കാനായിട്ട്. ഇപ്പോ രംഗത്ത് വന്നിരിക്കുകയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. സത്യത്തില് പച്ച മലയാളത്തിൽ വേറെ ഇതിന് പറയേണ്ടത്. പക്ഷെ അന്ന് ഇതൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. ഒരുപാട് പേര് മാലയിട്ട് അവൻ തന്നെ വിചാരിച്ചു ദൈവം എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് ഭ്രാന്തായതാണോ ഇത്ര വൃത്തികേട് കാണിച്ച് എന്നെ മാലയിട്ട് സ്വീകരിക്കുന്നു. ആ ആളുകളെയൊക്കെ എനിക്കിപ്പോ ഒന്ന് കാണണം. മെൻസ് അസോസിയേഷൻകാരന്റെ ഒരു പ്രസിഡന്റോ സെക്രട്ടറി ആരുണ്ടല്ലോ, പേരൊന്നും പറഞ്ഞൂടാ, അയാളില്ലേ ഒരു മുടിയൊക്കെ വളർത്തിയ. എന്റെ പൊന്നി കേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നീതി ന്യായം കിട്ടണം. നിങ്ങളൊരാണല്ലേ? മസ്കുലാരിറ്റി ഏറ്റവും കൂടുതലുള്ള ജീവിവർഗമാണ് ആൺവർഗം അല്ലെ? പെൺകുട്ടികൾക്ക് അത് കുറവാണ്, സ്ത്രീകൾക്ക് അത് കുറവാണ്. നമ്മൾ ബലഹീനരായ ശാരീരികമായി മാനസികമായി എന്ന് വെച്ചോ. നിങ്ങൾക്ക് നീതി നടപ്പാക്കാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് ഒരു അസോസിയേഷൻ വേണോ? 10 പേര് നിങ്ങളുടെ കൂടെ വേണോ? ആണില്ലേ, ഉളുപ്പില്ലേ ഇത് പറയാനായിട്ട്? ഒരാണിന് എന്തിനാ 1000 പേരുടെ പിന്തുണ? ഗ്രൂപ്പ് ഒരു നല്ല നിയമപരമായിട്ട് അറിവുള്ള, നല്ല കഴിവുള്ള, നല്ല ധൈര്യമുള്ള, നല്ല ക്യാരക്ടറുള്ള ഒരാണ് ഒറ്റയ്ക്ക് മതി. ഒരു അസോസിയേഷനും ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. നാണമില്ല? അയ്യോ ഞങ്ങളെ പീഡിപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അസോസിയേഷൻ ഉണ്ടാക്കാനും ഇതുപോലെ 4 പേരുടെ മുമ്പിൽ വന്ന് നിന്ന് കരയാനും ഈ സ്ത്രീപീഡന കേസിൽ പെട്ട ആൾക്കാരെയൊക്കെ പോയി അവിടെ പോയി കണ്ട് അവിടെ നിന്ന് പടക്കം പൊട്ടിക്കാനും അവരെ മാലയിട്ട് സ്വീകരിക്കാനും ഒക്കെ ഉളുപ്പില്ലേ?
ഉളുപ്പില്ലേന്ന് തന്നെയാ ചോദിക്കുന്നത്. ഈ പേർവേർട്സിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മെൻസ് അസോസിയേഷൻ വരുമ്പോൾ ഞങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? ആണുങ്ങളെല്ലാം പേർവേർട്സ് ആണെന്നോ? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ആണായിട്ട് ജനിച്ചിട്ടുള്ള ആണായിട്ട് ജീവിക്കുന്ന ഒരുപാട് പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതാണ് ആണ് എന്നൊരു അഭിപ്രായമുണ്ടോ? ഈ മെൻസ് അസോസിയേഷന്റെ ആൾക്കാരോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു അസോസിയേഷൻ വേണോ? നിങ്ങളാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അറിയില്ലേ? സത്യം പറഞ്ഞ ഈ ലോകം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് സ്ത്രീകൾക്കും അത്രയും കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് ലൈഫ് ഫുള്ള് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആണുങ്ങളെ സംബന്ധിച്ച് അപ്പോഴെല്ലാം അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. ഇത് പാരലലാണ്. ഒരു അബലരായിട്ടുള്ള ഒരു കൂട്ടത്തിന് ഒരു സംഘടന ഉണ്ടാവുന്നതും അവര് പോരാടുന്നതും അത് മനസ്സിലാക്കാം. അതല്ലാതെ ഈ അപ്പർ ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് ഒരു സംഘടന? അതിൽ തന്നെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി, അല്ല എന്താ പറയുക, ഒരു ആണത്തം എന്ന് പറയുന്ന സാധനം താഴെ വീണ് പോയില്ലേ? രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സവാദ് എന്ന് പറയുന്ന വ്യക്തി, ഇയാൾക്കൊരു മാനസിക രോഗമാണുള്ളത്. എക്സിബിഷനിസം എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക അവയവങ്ങൾ എടുത്ത് പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു മാനസിക രോഗമാണ്. ഒരുപാട് പേര് ഇതിനു മുമ്പും വാർത്തകളിൽ വന്നിട്ടുണ്ട്. ചികിത്സ നേടി ശരിയായ ആളുണ്ട്, ചികിത്സ നേടി ശരിയായ ആൾക്കാരുണ്ട്. നമ്മുടെ ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവിക്കൊക്കെ ഈ അസുഖം ഉണ്ടായിരുന്നതാണ്. വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അവര് കുട്ടികളുടെ മുമ്പിലൊക്കെ ഇയാൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് ശരിയാക്കിയതാണ്. ഇപ്പൊ അയാൾക്ക് ആ പ്രോബ്ലം ഇല്ല. സവാദിനെ കോടതി കൊണ്ടുപോയി ജയിലിലിട്ട് പിന്നെയും പുറത്തിറക്കിയതാ, പിന്നെയും അവൻ ഇതേപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, എല്ലാ അസുഖത്തിനും ഉള്ള മരുന്ന് പരിഹാരം ജയിലല്ല. ചിലതിനൊക്കെ മരുന്ന് വേണം, ചികിത്സ വേണം, തെറാപ്പി വേണം. ഇതൊക്കെ അങ്ങനെയാണ്. കാരണം ഇവരും പൗരന്മാരാണ്, അല്ലെങ്കിൽ ഒരു റീഹാബിലേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവരെ വിടേണ്ടത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ്. എന്നിട്ട് ചികിത്സിപ്പിച്ചത് മാറ്റണം. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഇവന്റെ ഇത് കണ്ടോണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കടുപ്പമാണ്. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഇത് പരിപാടി നടക്കില്ല, ഇങ്ങനൊരു പരിപാടി നടക്കില്ല. അപ്പൊ എന്തായാലും ഇരകളെ ആക്രമിക്കുന്നതിനെതിരെയും കർശനമായിട്ടുള്ള നിയമ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ആഭ്യന്തരമന്ത്രി ഹണി റോസിനെ മാത്രം അത്തരത്തിലുള്ള നീതി നടപ്പാക്കിയാൽ പോരാ. അവരെ മാത്രം തെറി പറയുന്ന അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യുന്ന, അശ്ലീലം പറയുന്ന ആളുകളെ മാത്രം പിടിച്ചകത്തിട്ടാ പോരാ. എല്ലാവർക്കും ഈ പറയുന്ന ഒരു റൈറ്റ് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ തെറി പറയുന്ന അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യുന്ന, അങ്ങനെയൊക്കെ എന്താ പറയാ, മാനസികമായിട്ട് തളർത്താൻ നോക്കുന്ന ആളുകൾ എന്താണ്, അവർക്ക് ലോജിക്കലി പറയാനൊന്നുമില്ല, ആശയപരമായിട്ട് സംവദിക്കാനില്ല, നല്ലൊരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചിട്ടില്ല, നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ തെറി പറഞ്ഞ് തോൽക്കുന്ന സമയത്ത് ഓടാൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോന്റെ അടിയിലും കാണാം, മുമ്പത്തെ വീഡിയോന്റെ അടിയിലും കാണാം. സോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് കാലം ആളുകൾക്ക് ഇത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും സത്യം എന്ന് പറയുന്നത് കാലം തെളിയിക്കും എന്ന് പറയുന്നത് വളരെ ശരിയാണ്. സവാദിന്റെ കാര്യത്തിൽ ഇപ്പൊ അതാണ് ഉണ്ടായിരിക്കുന്നത്. ആ മെൻസ് അസോസിയേഷന്റെ മറ്റേ മുടി വളർത്തിയ മനുഷ്യനുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതല്ലേ, എപ്പോഴാണ് ഇനി മാലയിട്ട് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്ന് വീഡിയോ ചെയ്യണേ. ആ വീഡിയോ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പൊ സംഭാവനകളുടെ കാര്യം വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഫിനാൻഷ്യലി പിന്തുണയ്ക്കാൻ മറക്കണ്ട. വീഡിയോ കാണാനും ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും മറക്കണ്ട. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അഡ്വർടൈസ്മെന്റിന്റെ കാര്യം മറക്കണ്ട. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. വലിയൊരു സപ്പോർട്ടുണ്ട് ഇവിടെ. പുള്ളി സംസാരിക്കില്ല. ഓക്കെ, മറുപടി പറയണം. മറുപടി